ഞങ്ങളെ ചക്കരേനെ നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് അവളെ കൂടെ ഉള്ളവരില്ല. ചക്കരേനെ കൂട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. വഴി കൂടെ നടക്കുകയാണ് കേട്ടോ. കുഞ്ഞാപ്പൂട്ടിയുണ്ട് കൂടെ. കുഞ്ഞൂസ് വന്നിട്ടില്ല. പെണ്ണ് നടക്കൂല. പെണ്ണിന് ഭയങ്കര മടി നടക്കാൻ. ചക്കുവല്ലത് വേറെ ചേച്ചിയാ. വഴി കൂടെ വണ്ടികൾ ഇഷ്ടംപോലെ പോകണ്ട. അതുകൊണ്ടാട്ടെ ഇടക്കിടക്ക് ക്യാമറ ഓഫാക്കി വെക്കണേ. നമ്മളെ വഴിയാണിത്. വണ്ടികൾ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. ഈ നേരം ആയതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും. നെയ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് റോട്ടിൽ കൂടെ നടക്കുന്നത്. ഇതിൽ കൂടെ നമ്മൾ അറിയുന്ന വണ്ടികൾ അധികം പോകുള്ളൂ. പിന്നെ അറിയാത്ത ആൾക്കാരിനെ നമ്മളറിയില്ലല്ലോ. ചക്കരേനെ കാണുന്നില്ല. ശ്യാമാട്ടനുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരുന്നു. നോക്കുമ്പോൾ ശ്യാമാട്ട നേരെ വൈകിട്ടാണ് വരിക എന്ന് പറഞ്ഞു. അതിപ്പോൾ ഞങ്ങൾ തന്നെ പോകാൻ ധൃതിയിൽ ഓടിയതുണ്ട്. ഇപ്പോഴാണ് അവർ വിളിച്ചത്. മോളൊറ്റയ്ക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു. കണ്ടോ, ഇത് ഇങ്ങോട്ടേക്ക് ഫാക്ടറി റോഡാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോണത്. ആളതോ അങ്ങ് വരുന്നുണ്ട് കേട്ടോ. കാണിച്ചുതരാ, സൂം ചെയ്ത് കാണിച്ചുതരാ. വരുന്നു. ഓടി ഓടി ഓടിയാണ് കേട്ടോ വരുന്നത്. തിരിഞ്ഞോക്കി ഓടി ഓടിയാണ് ആൾ വരുന്നത്. അതോ 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 പട്ടി എല്ലാം സഹിക്കാം. വല്ല കടുവയും പുലി ഉണ്ടാവുമോ എന്നുള്ള പേടി കൊണ്ടാണ്. 100 ഓടുണ്ടായല്ലോ. മടുത്താ. അവരോട് പോയി. നേരെ ഞങ്ങള് ഏതായാലും ഇവിടം വരെ വന്നു. ഞങ്ങൾ ഫാക്ടറീൻ്റെ റിസോർട്ട് ഉണ്ട് കേട്ടോ അവിടെ. ഒന്ന് കാണിച്ചു തരാം. അതിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ കിട്ടുമെന്നറിയില്ല. കുറച്ച് രീതിയിൽ കാണിക്കാൻ പറ്റും. ഇതൊക്കെ ഫാക്ടറീൻ്റെ റോഡാണിത്. ഫാക്ടറി റോഡാണിത്. ഫാക്ടറി റോഡിൻ്റെ നീ എവിടെ ഇരുന്നോ? റിസോർട്ട് കാണിച്ചു തരാം. ചക്കൂന് ക്ഷീണം പിടിച്ച്. ഇതിൻ്റെ താഴേക്കെല്ലാം നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല അടിപൊളിയാണ്. പ്ലാവിലൊക്കെ ചക്കയൊക്കെ ഉണ്ടാവുന്നുണ്ട് കണ്ടോ. കുഞ്ഞി ചക്കകളൊക്കെ ഉണ്ടാവുന്നുണ്ടോ. അതടി ഒരു ഇടിച്ചക്ക ഉണ്ടടി അതിൽ. അത് നമുക്ക് പൊട്ടിക്കാം. ഏതായാലും ഇതിൽ വന്നത് കാര്യമായി. താഴേക്കെല്ലാം വീടുകളുണ്ട് കേട്ടോ. പൈപ്പൊന്നും ഇവിടെ ഇല്ല. നിനക്ക് ജാഫർഖാൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൂടായിരുന്നോ? ഒരു ഉപ്പി വെള്ളം എന്തെങ്കിലും വാങ്ങിക്കൂടായിരുന്നോ? അവിടെ ഞാൻ കാണിച്ചു തരാവേ. സൂം ചെയ്യണം കണ്ടോ. അതാണ് റിസോർട്ടാണ് കേട്ടോ. അത് അവിടെ ഇഷ്ടംപോലെ വലിയ പൈസക്കാരൊക്കെ വന്നിട്ട് താമസിക്കും. വിദേശികൾ, സായിപ്പുമാർ, മദാമ സായിപ്പല്ലേ ഇംഗ്ലീഷുകാർ, അവരെല്ലാം വന്നിട്ട് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഭയങ്കര സെറ്റിങ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ റിസോർട്ടിൽ. കണ്ടോ, അവിടെ പോയാൽ ക്ലിയറായിട്ട് കിട്ടുള്ളൂ. ഇവിടുന്ന് ഇത്ര ക്ലിയറായി കിട്ടുള്ളൂ. ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. പരമാവധി സൂം ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇതാണ് റിസോർട്ട്. എന്തെങ്കിലും ഒരിക്കൽ ആ റിസോർട്ട് പോയിട്ട് വീഡിയോസ് എടുക്കാൻ അന്വേഷിച്ച് നോക്കട്ടെ കേട്ടോ. കിട്ടാടി നെട്ടരാ. അതിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. എല്ലാം ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് റിസോർട്ട്. ഏർമാടൊക്കെ ഉണ്ട് അവിടെ. നമ്മളെ പോലുള്ളവർക്ക് പറ്റില്ല കേട്ടോ. പൈസക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ല. നല്ല രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. അവിടെ ടവറൊക്കെ കാണുന്നുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7:30 മണി. അല്ല 7:30 മണിന്ന് 5:30 മണി കഴിഞ്ഞു കേട്ടോ. എന്നാലും വെയിലുണ്ട് കേട്ടോ. ഉണ്ടോ, വെയിലുണ്ട്. ചക്കു ആകെ ക്ഷീണിച്ച് തളർന്ന അവസ്ഥയിലാണ്. മുഖമൊക്കെ ചുവന്ന് തക്കാളിപ്പഴം പോലെ ആയിട്ടുണ്ട്. വെള്ളം എവിടെ നിന്ന് കിട്ടാനാ? ഞങ്ങളങ്ങനെ പോയ പോക്കിൽ ചക്കയും കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ പോവാണ് കേട്ടോ. തിരിച്ച് അന്നേരം ചക്കര അവിടെ മാവ് പൂത്ത വീഡിയോസൊക്കെ ആണ് എടുത്ത് വെച്ചത്. കറക്റ്റായിട്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ. ചക്കരേൻ്റെ ബാഗാണെങ്കിൽ ഒരു 10 കിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അതായത് ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു പച്ച എന്താ പറയുക നമ്പർ പ്ലേറ്റ് അടിച്ച ഒരു വണ്ടി ഇറക്കും കേട്ടോ. ഒരു കാറാണേ. അന്നേരം നോക്കി കാണാനൊരു പ്രത്യേകത കേട്ടോ. കാറ് നമ്മളിതുവരെ കണ്ടിട്ടില്ല ആ കാറ് നമ്മുടെ നാട്ടിൽ. അന്നേരം താഴെ നോക്കുമ്പോൾ കുറച്ച് ചേട്ടന്മാർ നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കും. എനിക്കൊന്ന് റിസോർട്ടിൽ വന്നതാ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക, ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ ഉദ്യോഗസ്ഥരെ പോലെ ഉണ്ട് കേട്ടോ കണ്ടിട്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. ചക്കര കുളിക്കാനൊക്കെ പോയി. കുഞ്ഞാപ്പൂ അവിടെ നിന്ന് ഒരു കുഞ്ഞ് ചക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ സോപ്പ് മുറിക്കുന്ന കത്തി വെച്ചിരുന്ന് പീസാക്കിയിട്ട് കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് പിന്നെ നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ചക്കപ്പേരൊന്നും വെച്ചിട്ടില്ല. കാരണം കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം 11 മണിയൊക്കെ ആയപ്പോഴാണ് എടുത്തത്. അന്നേരം പിന്നെ കുഞ്ഞാപ്പൂന് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെന്താണെന്നറിയില്ല.
അന്നേരം പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരമായി ഉപ്പേരി വെക്കാനൊക്കെ ആളൊരു ഷീമൂടായിരുന്നു. ഇപ്പോൾ പനി ലേശം കുറവുണ്ട് കേട്ടോ. രാത്രിത്തെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്നലെ രാത്രി ഫുള്ള് ശിവരാത്രി ആയിരുന്നു. ഇന്ന് രാത്രി അങ്ങനെയായ നാളേക്ക് എൻ്റെ തല മാറ്റി വെക്കേണ്ടി വരും. ഇപ്പം തന്നെ തല ഭയങ്കര വേദന, ശ്യാമാട്ടൻ്റെ തലവേദനയാണ്, എനിക്കും തലവേദനയാണ്. നേരെ ഞാനിതാ കുക്കറിലിട്ടിട്ടാണ് വെക്കുന്നത്. നേരെ ചക്ക ഇതാ കുഞ്ഞ് ചക്കയാണ്. അന്നേരം ഇതിൻ്റെ അകത്ത് എനിക്കിങ്ങനെ ഈ ചോള വന്ന ചക്കയാണ് കേട്ടോ ഇഷ്ടം. ഇതിനകത്ത് കുഞ്ഞു ചോള വരില്ലേ, അങ്ങനത്തെ ചക്കയാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. ഇവിടെ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് കഥ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഞാൻ പുറത്തേക്ക് പോകാം, അതാ നല്ലത്. ഇവരകത്ത് അച്ഛനും മക്കളും കഥ പറഞ്ഞിരിക്കുന്നുണ്ട്. കുഞ്ഞാപ്പുക്കുട്ടിയാണ് എന്നെ പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനത്തെ ചക്കയാണ് ഇഷ്ടം. ഒരു കുഞ്ഞ് ചുള വന്ന ചക്ക കേട്ടോ. ഇതാണ് ഈ ചുളയൊന്നും വന്നിട്ടൊന്നുമില്ല, അതിൻ്റെ അകത്ത് കുഞ്ഞ് ചക്കയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇത് ഉപ്പേരി വെച്ചാൽ എവിടെ എത്താൻ പോകണില്ല കേട്ടോ. പിശുക്കി തിന്നണം, വളരെ ടേസ്റ്റ് വരുന്നു കേട്ടോ. ഇതുവരെ ഞാൻ ചക്ക കഴുകാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ എവിടെ അങ്ങനെ കഴുകുന്ന കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ ആരും ചക്ക കഴുകണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിന്ന് വീഡിയോസ് ഇടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചാണ്. കുഞ്ഞാപ്പുക്കുട്ടി കീ എന്ന് പറയുന്നുണ്ട്. അകത്തിരിക്കാനാണ് അവൾ പറയണേ. പുറത്തകത്താണെങ്കിൽ അവർ അച്ഛനും മക്കളും ഭയങ്കര ശബ്ദം. ഞാൻ പുറത്തിരുന്ന് അവളും കരയും. ഇതാണ് അവസ്ഥ. അന്നേരം കറണ്ടാണോ മിന്നി കളിക്കണം, എൻ്റെ ഫോണിൽ ലൈറ്റ് കുറവാണോ എന്നറിയില്ല. എന്തോ ഒരു വെളിച്ചക്കുറവുണ്ടല്ലോ മൊത്തത്തിൽ. എൻ്റെ ഫോണിന് വെളിച്ചമില്ല കേട്ടോ. അതാണ് ഒരു മിന്നിക്കളി അവിടെ കാണിക്കുന്നത്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു മിന്നിക്കളി ഫോണിന്. ഞാൻ എനിക്ക് എന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ തുള്ളി വെളിച്ചുണ്ടായിരുന്നില്ല. കുഞ്ഞാപ്പുക്കുട്ടി അവിടെ ഓരോരോ വിക്രസ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പകലൊന്നും ആൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, രാത്രിയാകുമ്പോൾ കേട്ടോ ആൾക്ക് കുഴപ്പം. ചക്കയൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് തോലിച്ചെത്തി അതിൻ്റെ നടുവിലുള്ള ഭാഗവും കൂടെ കളഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ കണ്ടപ്പോൾ ആദ്യമായിട്ടല്ലേ ഈ വർഷത്തെ ചക്ക കിട്ടണത്. ആദ്യത്തെ ചക്കയാണ് കേട്ടോ ഈ വർഷത്തെ. ഇപ്പോൾ അങ്ങോട്ടൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, വലുതായിട്ടില്ല, ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ ചക്കകൾ. ഓരോ സ്ഥലത്ത് പഴുത്ത ചക്കയും മൂത്ത ചക്കയൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ചക്ക ഉണ്ടാകുന്നത്. എനിക്ക് നമ്മൾ ഈ ഭാഗത്തേക്ക് മഴക്കാലം അടുപ്പിച്ചാണ് കേട്ടോ ചക്ക ഉണ്ടാകുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ചക്കപ്രാന്തന്മാരാണ് കേട്ടോ. അന്നേരം ഇതാ ചക്കേനെ ഞാൻ ഈ കുക്കറിൽ തന്നെ വെക്കുകയാണ്. ഏകദേശം എനിക്ക് ലൈവ് ഇടാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഈ 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ ചക്കയിൽ ലേശം മഞ്ഞപ്പൊടി ഉപ്പിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിലടിക്കുമ്പോഴത്തേക്കും സംഭവം നന്നായിട്ട് വെന്തിട്ടുന്നുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് തണിയാൻ വെക്കാനൊന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അന്നേരം തന്നെ ഞാൻ ഇളം ചൂടോടുകൂടി തന്നെ ഞാൻ അതിനൊന്നും ചതച്ചെടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അടുത്ത് മറ്റേ ചോപ്പർ ഉണ്ടായിരുന്നു, ചോപ്പറിൻ്റെ വള്ളി പൊട്ടിപ്പോയി കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 3 മാത്രമേ നമ്മൾ ഇതിൽ ഇടുന്നുള്ളൂ, വേറെ തേങ്ങയോ കാര്യങ്ങളോ ഒന്നും ഇടണില്ല. ഇങ്ങനെ വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ഇതൊന്നും ഇങ്ങനെ ചതച്ചെടുക്കേണ്ട. നേരം വെറുതെ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് കുഞ്ഞാപ്പുക്കുട്ടിക്ക് ഞാൻ ലേശം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം മുളകൊന്നും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ കഴിക്കത്തില്ല. നേരം അങ്ങനെ വേവിച്ച് വെച്ചിട്ട് ആൾക്ക് കുറച്ച് കൊടുത്തപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വേവിച്ചിട്ട് കൊടുക്കുമ്പം ഇവിടെ ഇങ്ങനെ വേവിച്ചാൽ തന്നെ ഇവർ നല്ലോണം പെറുക്കി തിന്നുകൊണ്ട് നടക്കും കേട്ടോ. ഞാൻ ചീത്ത അറിയാം, ആപ്പാടെ ലേശം ഉണ്ടാവുള്ളൂ. അന്നേരം അതും കൂടെ നിങ്ങൾ പെറുക്കി തിന്നല്ലേ എന്നിട്ട് ഇങ്ങനെ ചീത്ത അറിയും. അന്നേരം നാളെ ഇപ്പോൾ ചക്കരേൻ്റെ സ്കൂളിൽ പരിപാടിയാണ് കേട്ടോ. കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ പനീൻ്റെ സ്ഥിതി വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പരിപാടിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊന്നും അറിയത്തില്ല. രാത്രിയാണ് കേട്ടോ പരിപാടി. അങ്ങനെ ചക്കര തിരുവാതിരയ്ക്കും ഗ്രൂപ്പ് ഡാൻസിനും സംഘഗാനത്തിനും ഉണ്ട്. പിന്നെ ചക്കരക്ക് ജില്ലയിൽ മത്സരത്തിന് പോയതിൻ്റെ മൊമൻറ്റോ വിതരണമൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ടീച്ചർ പിന്നെ മേക്കപ്പ് ചെയ്യാനൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ മാറ്റി കൊടുക്കാനൊക്കെ പോകാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഏതാ ചെയ്യാമെന്നൊന്നും അറിയത്തില്ല. കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ കയ്യിലാണ് എല്ലാം മൊത്തത്തിലിരിക്കണത്. എന്ത് ചെയ്യും ഏത് ചെയ്യുന്നൊന്നും അറിയത്തില്ല, നോക്കാം. നാളത്തെ സ്ഥിതി പോലെ ഉണ്ടാവും. അതായത് ഞാൻ നമ്മളെ ചതച്ച് വെച്ച സംഭവങ്ങൾ 3 കൂടെ എണ്ണയിലിട്ട് നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ചത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളെ ചതച്ച് വെച്ച ചക്കയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് 1-2 ആവി ഒന്ന് വരുന്നവരെ ഒന്ന് മൂടിയൊക്കെ കേട്ടോ. സിമ്മിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം കേട്ടോ. പിന്നെ ഇത് കുഞ്ഞാപ്പക്കുട്ടിക്ക് കഞ്ഞി കൊടുക്കണം അങ്കാണത്. അന്നേരം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അന്നേരം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. കഞ്ഞി ആൾ കുടിക്കണില്ല, കുറേ പണി വിട്ടിട്ടാട്ടോ ലേശം കഞ്ഞി ഞാൻ കുടിപ്പിച്ചത്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ.